നമസ്കാരം. ഇന്നിപ്പോൾ ഹോമിയോപ്പതി. നമുക്കറിയാം, ഹോമിയോപ്പതിയുടെ പിതാവാണ് സാമുവൽ ഹനിമാൻ. പ്രഷ്യ, ഇന്നത്തെ ജർമ്മനിയിൽ 1755 ഏപ്രിൽ 10 ആണ് ഇദ്ദേഹം പൂജാതനാകുന്നത്. ഈ തീയതിയോടുള്ള ആദരസൂചകമായിട്ടാണ് ഏപ്രിൽ 10 അന്താരാഷ്ട്ര ഹോമിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇദ്ദേഹം പഠിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന സാമ്പ്രദായിക ചികിത്സാവിധിയായ അലോപ്പതിയിൽ ഇദ്ദേഹം ബിരുദാനന്തര ബിരുദമെടുക്കുകയും തുടർന്ന് വൈദ്യവൃത്തിയിൽ വ്യാപൃതനാകുകയും ചെയ്തു. അന്ന് രോഗമെന്നാൽ രക്തം, കഫം, കറുത്തപിത്തം തുടങ്ങിയവയിലുള്ള അസന്തുലിത അവസ്ഥയായിരുന്നു. ഇതിന് സാർവത്രികമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന ഔഷധങ്ങളിൽ മെർക്കുറി, ലെഡ് എന്നിവയുടെ ഖനലോക സാന്നിധ്യമുണ്ടായിരുന്നു. ചികിത്സ അതിവിചിത്രമായിരുന്നു. ഞരമ്പുകളിൽ നിന്ന് രക്തമൂറ്റിക്കളയുക, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, പൊള്ളിക്കുക, വമനം, മൂക്കിൽ കൂടി ഔഷധമൊഴിക്കുക എന്നെല്ലാം തുടങ്ങിയ ക്രൂരമായ ചികിത്സാവിധികളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇതിൽ മനം മടുത്ത് സാമുവൽ ഹനിമാൻ തൻ്റെ വൈദ്യവൃത്തി ഉപേക്ഷിക്കുകയും 8ഓളം ഭാഷകളിൽ അദ്വിതീയ പ്രാഗൽഭ്യമുണ്ടായിരുന്ന സാമുവൽ ഹനിമാൻ ഉപജീവനാർത്ഥം പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുക എന്ന ജോലിയിലാണ് വ്യാപൃതനായത്. ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കെ വില്യം കള്ളൻ്റെ മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തിൽ മലേറിയയ്ക്ക് സിദ്ധൌഷധമായിട്ട് സിങ്കോണ മരത്തിൻ്റെ തൊലിയിൽ നിന്നെടുക്കുന്ന നീര് നല്ലതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ നീരിന് സ്വാഭാവികമായി തന്നെ കയ്പ്പുരസമാണ്. എല്ലാ കയ്പ്പുരസമുള്ള പദാർത്ഥങ്ങളും ആമാശയത്തെ പചിപ്പിച്ച് ഔഷധമൂല്യം നൽകുന്നില്ല എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ മേൽ അദ്ദേഹം അശ്രാന്ത ഗവേഷണം നടത്തുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പഠനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ഒരു അഭിനവ വൈദ്യ പദ്ധതിയായിട്ടുള്ള ഹോമിയോപ്പതി തുടങ്ങുന്നത്. മധ്യകാലഘട്ടത്തിലെ പ്രസിദ്ധ തത്വചിന്തകനായിരുന്ന ഫ്രാൻസിസ് ബേക്കൻ്റെ ഇൻഡക്റ്റീവ് മെത്തേഡിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഹോമിയോപ്പതിയുടെ അടിവേര് കുടികൊള്ളുന്നത്. സാമുവൽ ഹനിമാൻ വികസിപ്പിച്ച ഒരു സിദ്ധാന്തം സിമില സിമിലിബസ് ക്യൂറൻഡം എന്നാണ്. ലൈക്ക് കേഴ്സസ് ലൈക്ക്, അതായത് സദൃശ്യം സദൃശ്യത്തെ സുഖപ്പെടുത്തുന്നു. അതായത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ രോഗസമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഒരു വസ്തുവിനുള്ള കഴിവാണ് സമാന ലക്ഷണങ്ങളുള്ള രോഗത്തെ സുഖപ്പെടുത്തുവാൻ ആ വസ്തുവിനെ സഹായിക്കുന്നത്. അതായത് കഴിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ സമാന ലക്ഷണങ്ങളുള്ള രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഈ സിദ്ധാന്തപ്രകാരം പ്രഘോഷിക്കുന്നത്. ഈ ഒരു ആശയം നമുക്ക് ചരക സംഹിതയിൽ കണ്ടെത്താൻ പറ്റും. വിഷസ്യ വിഷം ഔഷധം എന്നാണത്. സാമുവൽ ഹനിമാന് ഒരു ദിവസം ഒരു സ്വപ്ന ദർശനമുണ്ടായപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ ഒരു ചികിത്സാ പദ്ധതിയല്ല ഹോമിയോപ്പതി. വർഷങ്ങൾ നീണ്ട അശ്രാന്ത പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് നൂതനമായ ചികിത്സാ പദ്ധതിയായ ഹോമിയോപ്പതി പിറവിയെടുക്കുന്നത്. പലപ്പോഴും സ്വന്തം ശരീരത്തെയാണ് അദ്ദേഹം ഒരു പരീക്ഷണ ലബോറട്ടറി ആയിട്ട് ഉപയോഗിച്ചത്. സിങ്കോണ മരത്തിൽ നിന്നെടുക്കുന്ന ഈ മാതൃസത്ത് ദിവസവും 4 ഡ്രാം, അതായത്
14.9 ഗ്രാം വെച്ച് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് മലേറിയയ്ക്ക് സമാനമായിട്ടുള്ള ശരീരം വിറങ്ങലിക്കുക, നെഞ്ചിടിപ്പ്, തണുപ്പ്, പനി, കോച്ചിപ്പിടുത്തം തുടങ്ങിയ ലക്ഷണമുണ്ടായപ്പോൾ അത് തന്നെയാണ് മലേറിയയ്ക്കുള്ള സിദ്ധൌഷധം എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. ഈ ഔഷധത്തിൻ്റെ മാതൃസത്ത് 30C അനുപാതത്തിൽ പൊട്ടൻറ്റൈസ് ചെയ്ത് നേർപ്പിച്ച് കഴിച്ചപ്പോൾ മലേറിയ എന്ന ഈ രോഗം ശമിച്ചതായിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് രോഗകാരിയായ പദാർത്ഥത്തിൻ്റെ ഒരു ചെറിയ മാത്ര രോഗഗ്രസ്തമായ ശരീരത്തെ സ്വയം സുഖപ്പെടുത്തുവാൻ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ പൊരുൾ. ഇപ്രകാരം 99ഓളം ഔഷധങ്ങൾ ഹോമിയോപ്പതിയുമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ശാസ്ത്രം വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ലാത്ത മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, രാമവർമ്മ എന്നിവരുടെയൊക്കെ കാലത്ത്, അതായത് ബൾബ് പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത്, അന്ന് നിലവിലുണ്ടായിരുന്ന ക്രൂരമായ അലോപ്പതി ചികിത്സാ സമ്പ്രദായത്തെ പൊതുജനം ഭയത്തോടെയാണ് നോക്കിക്കണ്ടത്. നമുക്കറിയാം, ജോർജ് വാഷിങ്ടൺ, അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ടുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ ഞരമ്പുകളിൽ കൂടി രക്തം ഊറ്റിക്കളയുക എന്ന അന്നത്തെ അലോപ്പതി ചികിത്സ എടുത്തതിലൂടെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അന്ന് 1830കളിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ച കോളറ എന്ന പകർച്ചവ്യാധിയെ പിടിച്ചു കെട്ടാൻ 80% ഹോമിയോ ചികിത്സ എടുത്ത ആളുകൾക്ക് സാധിച്ചു എന്നത് ഹോമിയോപ്പതിയെ ജനങ്ങളുടെ ഇടയിൽ ലബ്ധപ്രതിഷ്ഠമാക്കി എന്നുള്ളതാണ്. കൂടാതെ മഞ്ഞപ്പനി, ടൈഫോയിഡ്, സ്കാർലറ്റ് പനി, പകർച്ചവ്യാധികൾ, വിട്ടുമാറാത്ത ചുമ, ഇവയ്ക്കൊക്കെ ഹോമിയോപ്പതി ഫലപ്രദമായിട്ട് വിജയിക്കുന്നത് കണ്ടപ്പോൾ ജനം അതിന് സർവാത്മന സ്വീകരിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് രാജാവ് ഗോദ്ദെ, താക്കറെ, ഡിക്കൻസ് ഇവരെല്ലാം ഹോമിയോപ്പതിയുടെ പ്രചാരകരാകുന്നതോടുകൂടി ഹോമിയോപ്പതിയുടെ വളർച്ച അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പടർന്നു കയറുകയായിരുന്നു. ഇന്ത്യയിലെ ഹോമിയോപ്പതി കടന്നു വരുന്നത് 1839 പഞ്ചാബ് പ്രവിശ്യയിലെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത്ത് സിംഗ്, അദ്ദേഹത്തിന് ഉണ്ടായ അസുഖം ഹോമിയോപ്പതിയോടെ ചികിത്സിച്ച് ഭേദമായപ്പോൾ അദ്ദേഹം ഈ മരുന്നിന്, ഈ ഒരു ഔഷധ വിദ്യയെ പ്രചരിപ്പിക്കുവാനായിട്ട് മുൻകൈ എടുത്തു എന്നുള്ളതാണ്. കാലം മാറി, ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ വളർച്ചയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തി നിൽക്കുന്നു. ഹോമിയോപ്പതിയുടെയും അലോപ്പതിയുടെയും ബദലായി ശാസ്ത്രാധിഷ്ഠിതമായ ആധുനിക വൈദ്യം എന്ന നൂതനമായ ഒരു വൈദ്യ പദ്ധതി ഉൾപരിവർത്തനം ചെയ്ത് സ്വതന്ത്രമായി വളർന്നു വികസിച്ചു വന്നു എന്നുള്ളതാണ്. രക്തചംക്രമണ വ്യവസ്ഥയും പരമാണു സിദ്ധാന്തവും കണ്ടുപിടിക്കുന്നതുകൂടി രോഗലക്ഷണത്തെയല്ല, രോഗത്തെ തന്നെ അഭിമുഖീകരിച്ച് ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം ആധുനിക ശാസ്ത്രത്തിന് കൈവന്നു. അപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായും പിന്തള്ളപ്പെടുന്നത് അശാസ്ത്രീയമായ പല വസ്തുതകളുമായിരിക്കും. ഭാവനാത്മകമായ ചികിത്സയ്ക്ക് പകരം എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അഥവാ തെളിവിൽ അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സാക്രമം ഇത് വികസിച്ചു വന്നതോടുകൂടി ഹോമിയോപ്പതി മെല്ലെ പടിയിറങ്ങിപ്പോകുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഒരിക്കൽ ഹോമിയോപ്പതിയെ എല്ലാവിധ വളവും വെള്ളവും നൽകി വളർത്തിയെടുത്ത പാശ്ചാത്യ സമൂഹം തന്നെ ഹോമിയോപ്പതിയെ പടിയിറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗോള ഭീമനായ ഗൂഗിളിൽ ഹോമിയോപ്പതി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് അതൊരു സ്യൂഡോ സയൻസ് അഥവാ കപട ശാസ്ത്രം എന്നാണ്. ആസ്ട്രേലിയയിലെ നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിൽ പറയുന്നത്
ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ട ചികിത്സ വൈകിപ്പിക്കുന്നതിലൂടെ ആളുകൾ കുറേ കൂടി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ്. ഹോമിയോപ്പതി എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ്റെ യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല എന്ന് പറയുന്നത് ഹംഗേറിയയിലെ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് മെഡിസിൻ എന്ന സംഘടനയാണ്. റഷ്യൻ അക്കാഡമി ഓഫ് സയൻസ് പറയുന്നത് രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം എന്നീ മേഖലയിലെ നിലവിലുള്ള തത്വങ്ങളെ ഹോമിയോപ്പതിയുടെ തത്വങ്ങൾ നിഷേധിക്കുന്നു എന്നാണ്. ഹെൽത്ത് ഓഫ് കാനഡ എന്ന ആരോഗ്യ സംഘടന പറയുന്നത് ഹോമിയോപ്പതി ഉൽപ്പന്നങ്ങൾ ഒന്നും തെളിവുകളുടെ പിൻബലമുള്ളവയല്ല എന്ന് അഭിപ്രായപ്പെടുന്നു. ജെയിംസ് റാൻഡി ആഗോള പ്രശസ്തനായ ഒരു മജീഷ്യനാണ്. അദ്ദേഹം $10 ലക്ഷം BBC കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത തെളിയിക്കാൻ. 2019 മുതൽ ഫ്രാൻസിൽ ഹോമിയോപ്പതി ബിരുദം നൽകുന്നത് നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഹോമിയോപ്പതി മരുന്നുകൾ എടുത്താൽ അതിന് പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള റീഇംബേഴ്സ്മെൻറ്റ് നിർത്തി. ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് മുതിർന്നവർക്ക് ഹോമിയോപ്പതി കഴിക്കാം, പക്ഷേ കുട്ടികൾക്ക് കൊടുത്താൽ അത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണത്. അമേരിക്കയിൽ ഹോമിയോ ഔഷധങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിലും ആ ലേബലിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഫലപ്രാപ്തി പ്രതീക്ഷിക്കരുതെന്ന്. ഇതാണ് മാറിയ പാശ്ചാത്യ ലോകത്തിൻ്റെ ശാസ്ത്രബോധത്തോടെയുള്ള വീക്ഷണം. 100-200 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന ക്രൂരവും പൈശാചികവുമായ അലോപ്പതി ചികിത്സയുടെ സ്ഥാനത്ത് ഒരു ബദൽ പൊതുജന സ്വീകാര്യമായ ഒരു വൈദ്യ പദ്ധതി കൊണ്ടുവരേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. അതാണ് സാമുവൽ ഹനിമാൻ നിർവഹിച്ചത്. അവിടെ സാമുവൽ ഹനിമാൻ അതീവ ശ്ലാഘനീയമായ കർത്തവ്യമാണ് അവിടെ നിർവഹിച്ചത്. അതുകൊണ്ട് വർത്തമാന കാലത്തിലെ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഹോമിയോപ്പതിയെ നോക്കിക്കാണുന്നത് ബാലിശമാണെങ്കിലും അതിൻ്റെ പേരിൽ കബളിപ്പിക്കൽ വർദ്ധിക്കുന്ന കാലിക പരിസരം രൂപപ്പെടുന്നുകൊണ്ടാണ് ഹോമിയോപ്പതിയെ ഒരു പുനർവായന അനിവാര്യമായിട്ട് വരുന്നത്. സിങ്കോണ മരത്തിൻ്റെ തൊലിയിൽ നിന്നും ശേഖരിച്ച ആ നീര് എടുത്ത് പരീക്ഷണാർത്ഥം കഴിച്ചപ്പോൾ മലേറിയയ്ക്ക് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനാലാണ് ഇത് മലേറിയയ്ക്ക് ഔഷധമായിട്ട് സാമുവൽ ഹനിമാൻ തീർച്ചപ്പെടുത്തിയത്. ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം രോഗബാധിതമായ അനോഫിലിസ് കൊതുകുകളുടെ കടിയേക്കുന്നതിലൂടെ 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണമായ പനി, ക്ഷീണം, ഛർദി, തലവേദന എന്നിവയിലൂടെയാണ് മലേറിയ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ സിങ്കോണയുടെ മാതൃസത്ത് കഴിച്ച ഹനുമാന് എന്താണ് സംഭവിച്ചത്? ഒരു സംശയവും വേണ്ട, അലർജിയായിരുന്നു. അതിലടങ്ങിയിരിക്കുന്ന ക്വിനൈൻ എന്ന രാസഘടകമാണ് അലർജി ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാം. തനിക്ക് അനുഭവപ്പെട്ട ഈ അലർജിയെ മലേറിയയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വൈദ്യവിദ്യയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. രണ്ടാമത്തൊരു വൈരുദ്ധ്യം സിമില സിമിലറിസ് കുറണ്ടെന്നാണ്. സമം സമേന ശാന്തി എന്നൊരു തത്വമാണ് സാമുവൽ ഹനിമാൻ ഹോമിയോപ്പതിയെ പ്രയോഗിച്ചത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് വസ്തുവാണോ അതേ രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന രോഗത്തിന് അത് തന്നെയാണ് ഔഷധം എന്നാണ് സാമുവൽ ഹനിമാൻ തീർച്ചപ്പെടുത്തിയത്. ഈ ഒരു പാറ്റേൺ പ്രകൃതിയിൽ നിലനിൽക്കുന്നില്ല. അതായത് സിങ്കോണയുടെ മാതൃസത്ത് കഴിച്ചപ്പോൾ മലേറിയയ്ക്ക് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ അതേ രോഗലക്ഷണവുമായി വരുന്ന മലേറിയയ്ക്ക് ഇത് തന്നെയാണ് സിദ്ധൌഷധം എന്നാണ് സാമുവൽ ഹനിമാൻ വിധിച്ചത്. സാമുവൽ ഹനിമാൻ്റെ തിയറി പ്രകാരം
പാരസെറ്റമോൾ കഴിച്ചാൽ പനിയും തലവേദനയും ഉണ്ടാകുന്നുവെങ്കിൽ പനിയും തലവേദനയ്ക്കുമുള്ള മരുന്നാണ് പാരസെറ്റമോൾ. ഇതാണോ ശരി? അതുപോലെ ലിവോസിട്രിസിൻ നമ്മൾ കഴിക്കുന്നത് തുമ്മലും നീരുവീഴ്ചയൊക്കെ ശമിക്കാൻ വേണ്ടിയിട്ടാണ്. ലിവോസിട്രിസിൻ കഴിച്ചാൽ തുമ്മലും നീരുവീഴ്ചയും വരെയാണ് വേണ്ടത്. ഇതാണ് ഹോമിയോപ്പതി ഔഷധങ്ങളുടെ തെറ്റായ വിധത്തിൽ തീരുമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ലഘുമാത്രാ സിദ്ധാന്തം, ലോ ഓഫ് മിനിമം ഡോസസ്. ഹോമിയോപ്പതിയുടെ ഏറ്റവും വിചിത്രമായ വാദം അതിൻ്റെ ലഘുമാത്രാ സിദ്ധാന്തമാണ്. നേർപ്പിക്കും തോറും മരുന്നിൻ്റെ വീര്യം കൂടും എന്ന് അസന്നിഗ്ധമായി പറയുന്ന ലോകത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു വൈദ്യശാഖ ഹോമിയോപ്പതിയാകും. നമ്മൾ സാധാരണയായിട്ട് മദ്യം അതിൻ്റെ വീര്യം കുറയ്ക്കാനാണ് വെള്ളം ചേർത്ത് നേർപ്പിക്കുന്നത്. ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല. പ്രകൃതിദത്തമായ വസ്തുക്കളിൽ നിന്നും സ്വീകരിക്കുന്ന മദർ ടിഞ്ചർ ഒരു നിശ്ചിത മാത്ര ആൽക്കഹോളിലോ അല്ലെങ്കിൽ സറൈൻ വാട്ടറിലോ ചേർത്ത് നന്നായി കുലുക്കിയെടുക്കുന്നതാണ് ഹോമിയോ ഔഷധങ്ങൾ എന്ന് പറയുന്നത്. ഇത് ലാഘവത്തോടെ ചെയ്യുന്നൊരു ജോലിയല്ല. വളരെയധികം സൂക്ഷ്മതയോടെയും കണിശത്തോടെയും ഒരു നിശ്ചിത രീതിയിലും ചെയ്യുന്ന ഒന്നാണ് ഈ സസഷൻ, കുലുക്കി ചേർക്കുക, ഒന്നിപ്പിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ സിങ്കോണ മരത്തിൻ്റെ വാഴ്സിൽ നിന്നെടുക്കുന്ന ആ ഒറിജിനൽ നീര്, അതാണ് ഹോമിയോപ്പതിയുടെ മദർ ടിഞ്ചർ എന്ന് പറയുന്നത്. ഈ മദർ ടിഞ്ചർ 1:99 ലിറ്ററിലോ അനുപാതത്തിൽ ആൽക്കഹോളിൽ നേർപ്പിച്ച് എടുക്കുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം, നന്നായിട്ട് കുലുക്കണം. ലെതർ ബോർഡിലോ മെഷീൻ യന്ത്രത്തിൻ്റെ സഹായത്തിലോ ഇത് കുലുക്കി ചേർക്കണത്. ദെൻ ഇതിൽ നിന്നും 1 ലിറ്റർ എടുത്ത് വീണ്ടും 1:99 അനുപാതത്തിൽ വീണ്ടും നേർപ്പിക്കണം. ഇങ്ങനെ 30 പ്രാവശ്യം നേർപ്പിക്കുന്നതാണ് ഹോമിയോപ്പതിയിലെ ഏറ്റവും മിനിമമായിട്ട് കൊടുക്കുന്ന ഒരു ഡോസ്. 30C എന്നാണ് പറയുന്നത്. ഇത് 100 പ്രാവശ്യം പോകുമ്പോൾ 100C വരെ ആകാറുണ്ട്. ഒന്നോർക്കുക, കെമിസ്ട്രിയിലെ അവഗാഡ്രോ പ്രിൻസിപ്പിൾ പ്രകാരം 12 പ്രാവശ്യം ഇത് ഇപ്രകാരം നേർപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലാസ്റ്റ് മോൾക്യൂൾസും തന്മാത്രയും അപ്രത്യക്ഷമാവുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. അപ്പോൾ ഇപ്രകാരം നേർപ്പിച്ചെടുക്കുന്ന ഹോമിയോപ്പതി ഔഷധത്തിൽ എന്താണ് ഔഷധ മൂല്യമായിട്ട് നിലനിൽക്കുന്നത്? വാട്ടർ മെമ്മറി, നാനോ പാർട്ടിക്കിൾ, മോളിക്യുലർ ഇംപ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദമുഖങ്ങളുമായിട്ടാണ് ആധുനിക ഹോമിയോപ്പതിക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത്. എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്താലും ആദ്യം ചേർത്ത മദർ ടിഞ്ചറിൻ്റെ ഔഷധ മൂല്യത്തിൻ്റെ ഓർമ്മ ജലതന്മാത്ര ഓർത്തിരിക്കും എന്നുള്ളതാണ് വാട്ടർ മെമ്മറി എന്നുകൊണ്ട് ഹോമിയോപ്പതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് വിചിത്രമായ ശാസ്ത്രത്തിന് നിരക്കാത്തൊരു വസ്തുതയാണ്. അടുത്തതാണ് ഹോമിയോപ്പതിയുടെ ജീവശക്തി സിദ്ധാന്തം, അതായത് വൈറ്റൽ ഫോഴ്സ്. ഒരു കാര്യം മനസ്സിലാക്കുക, 52 മൂലകങ്ങൾ ചേർന്നാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ മൂലകങ്ങളിലെ വിന്യാസത്തിലെ ഏറ്റക്കുറച്ചിലാണ് പ്രധാനമായും രോഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. പനി, തലവേദന, ഇതിനെല്ലാം നാം കഴിക്കുന്ന പാരസെറ്റമോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ എന്നിവയുടെ ഒരു പ്രത്യേക തരം സംയുക്തമാണ്. ഇത് നമ്മൾ അകത്ത് കഴിക്കുമ്പോൾ അത് പല കെമിക്കൽ പാർട്സായിട്ട് ശരീരത്തിൽ വിഘടിച്ച് അത് രക്തത്തിലൂടെ ബന്ധപ്പെട്ട കോശങ്ങളിലെ റിസപ്റ്ററുകൾ വഴി അത് സ്വീകരിച്ച് കോശങ്ങളിലേക്ക് അത് ആഗിരണം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെയുള്ള രോഗം നമുക്ക് ശമിക്കുന്നതായിട്ട് അനുഭവിക്കുന്നത്. പക്ഷേ ജീവശക്തിയിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥയാണ് രോഗത്തിന് ഹേതു എന്നാണ് ഹോമിയോപ്പതിക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് ജീവശക്തി എന്ന് പറയുന്നത്?
ഇത് ഓരോ ഹോമിയോ ഡോക്ടറോട് ചോദിക്കുമ്പോഴും വ്യത്യസ്തമായ ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജീവശക്തി എന്നാൽ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മനുഷ്യ ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുന്ന ഒരു അഭൗമിക സത്തയാണ് ജീവശക്തി എന്ന് പറയുന്നത്. അതായത് ഭൗതിക ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവ് പോലെയുള്ള ജീവൻ്റെ ഒരു പ്രേരക ശക്തിയാണ് ജീവശക്തി എന്ന് പറയുന്നത്. ഈ ശക്തി പൂർണ്ണമായ ഐക്യത്തിലാകുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി നിൽക്കുന്നു. ഈ ശക്തിയുടെ അസന്തുലിതാവസ്ഥയാണ് രോഗമെന്ന് പറയുന്നത്. ഹോമിയോപ്പതി പരിഹാരങ്ങൾ ഉപയോഗിച്ച് സ്വയം സുഖപ്പെടുത്തുവാനുള്ള ശരീരത്തിൻ്റെ സഹജമായ കഴിവിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ജീവശക്തിയുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള കർമ്മമാണ് ഹോമിയോപ്പതിക്കാർ ശ്രമാവഹമായി പരിശ്രമിക്കുന്നത്. ആത്മാവ്, മനസ്സ് എന്നിവയിലൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഈ ജീവശക്തി സിദ്ധാന്തത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പരമമായ വസ്തുത. 1828 ഫെഡറിക് റോളർ ഒരു ജൈവ തന്മാത്രയായിട്ടുള്ള യൂറിയ കൃത്രിമമായി മെഡിക്കൽ ലാബിൽ നിർമ്മിച്ചതോടുകൂടി ഈ ജീവശക്തി സിദ്ധാന്തം സ്വതവേ തന്നെ ദുർബലമായി പോയി എന്നുള്ളതാണ്. ഹോമിയോപ്പതി രോഗത്തെയല്ല, രോഗലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൻ്റെ അനുഭവ ബോധ്യങ്ങളിലൂടെ നിഗമനത്തിലെത്തുക എന്ന തത്വം സ്വീകരിച്ചുകൊണ്ടാണ് ഹോമിയോപ്പതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പനിയും വിറയലും കോച്ചിപ്പിടുത്തവും ഒക്കെയാണ് മലേറിയയുടെ ലക്ഷണങ്ങളാകുമ്പോൾ പനിക്ക് മരുന്ന് കൊടുക്കുന്നതിൻ്റെ വൈചിത്ര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ പനിയും മലേറിയയല്ല. അതുപോലെ തന്നെ ചുമ, നെഞ്ചുവേദന, വിയർപ്പ്, ശരീരഭാരം കുറയുക, ക്ഷീണം തുടങ്ങിയവ ക്ഷയത്തിൻ്റെ ലക്ഷണങ്ങൾ ആകുമ്പോൾ വിയർപ്പില്ലാതെ ക്ഷയം വരാം, ശരീരഭാരം കുറയാതെ ക്ഷയം വരാം, നെഞ്ചുവേദന ഇല്ലാതെയും ക്ഷയം വരാം. അപ്പോൾ ഈ ലക്ഷണത്തെ അടിസ്ഥാനമാക്കി ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈചിത്ര്യമെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നെഞ്ചുവേദനയോടുകൂടിയും വിയർക്കുക, ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ നെഞ്ചുവേദനയും വിയർപ്പിനെയും ഒക്കെ ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഹോമിയോപ്പതിയുടെ രോഗത്തെയല്ല, രോഗലക്ഷണത്തെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. ഹോമിയോപ്പതിയിൽ വ്യക്തി വ്യത്യാസങ്ങൾക്കനുസരിച്ച് ചികിത്സ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു രോഗത്തിന് ഒരാൾക്ക് നൽകുന്ന അതേ ഔഷധമല്ല അതേ രോഗമുള്ള മറ്റൊരാൾക്ക് നൽകുന്നത്. മോഡേൺ മെഡിസിനിലാവുമ്പോൾ ഒരാൾക്ക് പനിക്ക് നൽകുന്ന അതേ പാരസെറ്റമോൾ തന്നെയാണ് മറ്റൊരാൾക്ക് പനി വരുമ്പോൾ അതേ പാരസെറ്റമോൾ കൊടുക്കുന്നത്. പലരും പല അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഹോമിയോപ്പതി ചികിത്സിച്ചപ്പോൾ എൻ്റെ ഇന്ന അസുഖം മാറി, ഇന്ന അസുഖത്തിന് ശമനം കിട്ടി എന്നെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഹോമിയോപ്പതിയെ ഈ വേരോടെ ഇവിടെ നിർത്താനുള്ള പ്രധാന കാരണം. അതിന് നമ്മൾ ഹോമിയോ മെഡിക്കൽ കോളേജിൽ പോവുക, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ. ഒരു തിക്കും പകളുമില്ല, ഒന്നുമില്ല, ഒരു ശാന്തത. പക്ഷേ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ആംബുലൻസ് കയറിപ്പായിരുന്നു, സ്ട്രെച്ചർ രോഗിയെ കൊണ്ടുപോകുന്ന ജാഗാപാക, ജീവൻ പിടിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമം, ഭയങ്കര ബഹളങ്ങളൊക്കെ ആയിരിക്കും അവിടെ കാണുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന വസ്തുത. സാധാരണ ഹോമിയോ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് പനി, തലവേദന, ചുമ, കഫക്കെട്ട് എന്നീ രോഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും. ഇത് രോഗം ചികിത്സിച്ചാലും ഈ രോഗം ചികിത്സിച്ചാലും ഇല്ലെങ്കിലും സ്വാഭാവികമായ ശരീരത്തിൻ്റെ പ്രതിരോധ മെക്കാനിസത്തിലൂടെ അത് മാറിപ്പോവുകയും ചെയ്യും. ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ഹോമിയോപ്പതിക്കാണെന്ന് മാത്രം. രണ്ടാമത്തെ ഒരു അസുഖം മാറാനുള്ളൊരു കാരണമായിട്ട് പരക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്ലാസിബോ ഇഫക്റ്റാണ്. അപ്പോൾ എന്താണ് പ്ലാസിബോ ഇഫക്റ്റ്? ചില അനുകൂലമായ സാഹചര്യത്തിൽ മസ്തിഷ്കം എൻഡോർഫിനുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വമേധയാ
സ്വീകരിക്കുന്ന ഒരു സൗഖ്യ അവസ്ഥയാണ് പൊതുവെ പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ചികിത്സ ഉടനെ ഉണ്ടാകുമെന്ന് മസ്തിഷ്കം മനസ്സിലാക്കുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു പ്രക്രിയ മസ്തിഷ്കം താനെ കൈക്കൊള്ളുന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്യാൻസറിന് നമ്മൾ ചികിത്സ എടുത്തു എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്യാൻസറിൻ്റെതായിട്ടുള്ള ചില വേദനകളൊക്കെ ശമിക്കുന്നതായിട്ട് അനുഭവപ്പെടും. പക്ഷെ ക്യാൻസർ അവിടെ ഉണ്ടാവും. ക്യാൻസറിൻ്റെതായ ചില വേദനകളും വിമ്മിഷ്ടങ്ങളും നമുക്ക് ശമിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഇതാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുറിവേറ്റ സൈനികർക്ക് അവരുടെ വേദന ശമിപ്പിക്കാൻ വേണ്ടി ആസ്പിരിൻ ഇഞ്ചക്ഷൻ കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് ഈ ആസ്പിരിൻ തീർന്നു പോയപ്പോൾ ഡോക്ടർമാരെല്ലാം വളരെയധികം വിമിഷ്ടരായി. അപ്പോൾ അവർ എന്തെന്ന് വെച്ചാൽ സരൈൻ വാട്ടർ മനസ്സോടെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ ഇവരെ വേദന ശമിച്ചതായിട്ട് അവർ കണ്ടെത്താൻ സാധിച്ചു. ഇതാണ് പ്ലാസിബോ ഇഫക്റ്റ്. ഹോമിയോപ്പതി മെഡിസിൻ എടുക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷണങ്ങളെ തലച്ചോറ് സപ്രസ് ചെയ്ത് കളയുന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഇത് ഹോമിയോപ്പതിയുടെ ഫലമായിട്ടാണ്, ചികിത്സയുടെ ഫലമായിട്ടാണ് എന്നാണ് പൊതുവെ സാർവത്രികമായിട്ടും പ്രചരിപ്പിക്കുന്നത്. പലപ്പോഴും രോഗികൾ മുഖ്യധാര വൈദ്യം ചികിത്സ ചെയ്ത ശേഷമാണ് അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ക്യാൻസറിന് കീമോ എടുത്ത ശേഷം ഹോമിയോപ്പതി ഔഷധം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അസുഖം മാറി എന്ന് പക്ഷേ വരാം. പക്ഷെ അത് നേരത്തെ ചെയ്ത കീമോൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് ഒരു പ്രത്യേക വസ്തുതയാണത്. ചിലപ്പോൾ ചില വൈദ്യന്മാർ ചില പ്രായോഗിക ബുദ്ധിയോടുകൂടി ഉപചാരപൂർവ്വം ചികിത്സിച്ചുകൊണ്ട് ഹോമിയോപ്പതിക്ക് ഫലപ്രാപ്തി വരുത്താറുണ്ട്. അതിലുദാഹരണമാണ്, ഒരു ഷുഗറായിട്ടൊരു രോഗി വരുമ്പോൾ അയാളുടെ വളരെ ഉപചാരപൂർവ്വം വളരെ സൗഹാർദ്ദപൂർവ്വം മനസ്സിലാക്കുക, പഠിക്കുക ചെയ്യുന്നുണ്ട്. അയാളുടെ ശീലങ്ങൾ, അയാളുടെ ജീവിതചര്യകൾ ഇതെല്ലാം കേട്ട ശേഷം അതിനകത്തൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കും. അതായത് 3 ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഒരു ചായ ആക്കിയിട്ട് നിജപ്പെടുത്തുക. 3 നേരം ചോറ് കഴിക്കുന്ന വ്യക്തി ഒരു അല്പം ചോറാക്കിയിട്ട് നിലനിർത്തുക. പിന്നെ മധുര സാധനങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് മാത്രം പോരാ, മരുന്നും ഇത് മാത്രം പോരാ, അല്പം ദൈവ കടാക്ഷം കൂടി വേണം. അതിനായിട്ട് ദേവിയുടെ ക്ഷേത്രം അതിരാവിലെ ചെന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും പ്രദക്ഷിണം ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഈ രോഗി ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയും എൻ്റെ ഷുഗർ കുറഞ്ഞു എന്ന്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ രാവിലെ തന്നെ നടന്നതിൻ്റെ ഫലവും ജീവിതം ചിട്ട ഒന്ന് നിയന്ത്രിച്ചതിൻ്റെ ഫലവുമായിട്ടാണ് ഈ ഷുഗർ കുറഞ്ഞതെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ചില ഹോമിയോപ്പതി ഔഷധങ്ങളുടെ ചേരുവ എന്തെന്ന് അറിഞ്ഞാൽ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോകും. നമുക്കറിയാം, പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന മൂലവസ്തുക്കൾ അത് ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കി ആ നീര് 30C അനുപാതത്തിൽ നേർപ്പിച്ചിട്ടാണ് ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഔഷധങ്ങളുടെ ഈ പ്രോപ്പർട്ടി അല്ല, അതിൽ ചില ഔഷധങ്ങൾ മണത്താൽ മതി എന്നാണ് പറയുന്നത്. ഔഷധങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ജീവശക്തി എന്ന് പറയുന്ന ഒരു 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 ആത്മശക്തി ഉണ്ട് അതിന്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ജീവശക്തിയെ ഉദ്ദീപിപ്പിച്ച് രോഗം മാറ്റുന്നത്. അതിൻ്റെ കണികാ സിദ്ധാന്തം അതല്ല. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ എന്തെല്ലാം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചേരുവകളെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം നടത്തിയാൽ രസകരമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നു. ആഴ്സനിക്കം ആൽബം, ഇത് ആഴ്സനിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്.
അതായത് ഇരുമ്പ്, കോബൾട്ട്, നിക്കല് തുടങ്ങിയവയിൽ നിന്ന് ഉയർന്ന ഊഷ്മാവിൽ ഇതിൽ ആഴ്സനിക് വേർതിരിച്ചെടുത്തിട്ട് ടാക്ടോസിൽ ലയിപ്പിച്ചാണ് ഈ ആഴ്സനിക്ക മാൽബം എന്ന ഔഷധം ഉണ്ടാക്കുന്നത്. ഇത് രോഗപ്രതിരോധ ശേഷിക്കും ആഴ്സനിക്കൽ വിഷബാധയ്ക്കും ഉത്കണ്ഠയ്ക്കും സിഫിലിസിസിനുമൊക്കെ സാധാരണയായിട്ട് നിർദ്ദേശിച്ചു വരുന്നൊരു ഔഷധമാണത്. ഇത് നാമമാത്രമായ അളവിലായാൽ പോലും ഒരു കാരണവശാലും മനുഷ്യ ശരീരത്തിൽ എത്തിപ്പെടാൻ പാടില്ലാത്ത ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ ആഴ്സനിക് എന്നുള്ളത്. 10 കിലോ തൂക്കമുള്ള ഒരു കുട്ടിക്ക് ഒരു 20 മില്ലി അകത്ത് ചെന്നാൽ ആ കുട്ടി മരണപ്പെടും. ഇതാണ് ആഴ്സനിക്ക മാൽബം. ഇത് 30C അനുപാതത്തിൽ ലയിപ്പിച്ചും നേർപ്പിച്ചും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഇത് വലിയ അപകടമില്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്തത് ബ്ലാറ്റ ഓറിയൻ്റാലിസിസ്. പണ്ടെങ്ങോ ഒരു ആസ്മ രോഗി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ പാറ്റ വീണുവെന്നും അതറിയാതെ അതെടുത്ത് കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്മ രോഗം ശമിച്ചുവെന്നുമാണ് കഥ. അതിൽ പിന്നെയാണ് ഈ രോഗത്തിന് പാറ്റയെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അത് 30C അനുപാതത്തിൽ നേർപ്പിച്ച് അങ്ങനെ ഒരു ഔഷധം ഉണ്ടാക്കിയെടുത്തതാണ് ബ്ലാറ്റ ഓറിയൻ്റാലിസിസ്. അടുത്തത് ഓക്സിലോകോക്സീനിയം. ഇത് കോവിഡ് കാലത്താണിത് ക്യൂബയിൽ അത് വികസിപ്പിച്ചെടുത്തത്. സാധാരണയായിട്ട് ശരീരവേദനയ്ക്കും തളർച്ചയ്ക്കും ഫ്ലൂവിനും ഇത് വ്യാപകമായിട്ട് നിർദ്ദേശിച്ചു വരുന്നൊരു ഔഷധമാണത്. കാട്ടുതാറാവിൻ്റെ ലിവർ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് 30C അനുപാതത്തിൽ നേർപ്പിച്ചെടുക്കുന്നതാണ് ഈ ഓക്സിലോകോക്സീനിയം എന്ന ഹോമിയോപ്പതി ഔഷധം. അടുത്തത് നാജ. കിങ് കോബ്ര എന്ന പാമ്പിൻ്റെ വിഷത്തിൽ നിന്ന് എടുക്കുന്നതാണ് നാജ എന്ന ഔഷധം. ഇത് പനി, നെഞ്ചുവേദന, ഭയം, ശരീരസുസ്ഥിതി എന്നിവയ്ക്കൊക്കെയാണ് സാധാരണയായിട്ട് നിർദ്ദേശിച്ച് കാണുന്നത് എന്നാണ് എൻ്റെ അറിവ്. അടുത്തതാണ് ബെർലിൻ പിൽ, അതായത് ബെർലിൻ ടാബ്ലറ്റ്. ഇത് നമുക്കറിയാം കിഴക്കേ ജർമ്മനിയെയും പടിഞ്ഞാറ് ജർമ്മനിയെയും തമ്മിൽ വേർതിരിച്ച് നിന്ന ഒരു വൻമതിലാണ് ബെർലിൻ വാൾ എന്ന് പറയുന്നത്. ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് ബെർലിൻ വാളിൻ്റെ അതിർത്തി വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ബെർലിൻ വാൾ ഇടിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ ഈ അവശിഷ്ടം അതിൽ ഒരുപാട് ആളുകളുടെ കണ്ണീര് വീണിട്ടുണ്ട്, അതിൻ്റെ ഔഷധ മൂല്യമുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ ബെർലിൻ വാളിൻ്റെ ഈ പൊടിയൊക്കെ എടുത്ത് ചതച്ച് ഇരിച്ച് പിഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ബെർലിൻ പിൽ എന്ന ഹോമിയോപ്പതി ഔഷധം ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതാണ് നാറ്ററമോർ. പച്ച മലയാളത്തിൽ പറഞ്ഞ ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. ഇത് സാധാരണയായിട്ട് കൊടുക്കുന്നത് അത് 30C അനുപാതത്തിൽ പൊട്ടൻറ്റൈസ് ചെയ്തിട്ടാണ് ഇത് മെഡിസിൻ ആക്കിയെടുക്കുന്നത്. ഇത് തലവേദനയ്ക്ക്, മൈഗ്രെയിനൊക്കെയാണ് സാധാരണയായിട്ട് ഇത് ഹോമിയോപ്പതി ഔഷധമായിട്ട് കൊടുക്കുന്നത്. അടുത്തതാണ് സിലിക്കൺ ഡയോക്സൈഡ്. ഇത് മണൽ എന്താണ് ഒറ്റ വാക്കി പറഞ്ഞ. ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന രാത്രി ഉറക്കത്തിൽ നടക്കുന്നതിന്, വിളർച്ചയ്ക്ക്, ഈ മന്ദീഭവിച്ച അസ്ഥി വളർച്ചയ്ക്ക്, പഴുപ്പിന് ഒക്കെയാണ് ഇത് സാധാരണയായിട്ട് നിർദ്ദേശിച്ചു വരുന്നത് ഈ സിലിക്കൺ ഡയോക്സൈഡ്. പക്ഷേ ഇത് അപകടമാണ്. ഒരുപാട് ശാസ്ത്ര പഠനങ്ങൾ വന്നിട്ട് ഇത് ഒരു നിശ്ചിത മാത്ര ഉള്ളിൽ പോയ ക്യാൻസറും ഈ DNA നാശമൊക്കെ ഉണ്ടാകും, ആർത്രറ്റിക്സ് ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇതിന് ശേഷം വന്നിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്തത് എക്സ്റേ ഡിലൂഷൻ എന്ന് പറഞ്ഞ ഹോമിയോപ്പതി ഔഷധം. ഇത് അരിമ്പാറ, ഈ ചൊറിച്ചിൽ, പിന്നെ കാലുകളിൽ വിള്ളൽ, പിന്നെ പേശിവേദന, ഇതിനൊക്കെയാണ് സാധാരണയായിട്ട് നിർദ്ദേശിക്കുന്നത്. ഈ സാധനം എക്സ്റേ രശ്മി ഈ ആൽക്കഹോളിൽ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന എക്സ്റേ രശ്മി ആൽക്കഹോളിൽ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഔഷധമാണത്. അപ്പോൾ മുംബൈ IIT പറയുന്ന ഈ നാനോ പാർട്ടിക്കിൾ ഇതിൽ എവിടെയാണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അടുത്തത് ലൂണ എന്ന ഒരു ഹോമിയോപ്പതി ഔഷധമുണ്ട്. ഷുഗേർഡ് മിൽക്കിൽ ചന്ദ്രൻ്റെ പ്രകാശം ഏൽപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു തരം ഔഷധമാണ് ഈ ലൂണ എന്ന് പറയുന്നത്.
ഇത് ഭയത്തിന്, വിഷാദം, മൈഗ്രെയിന്, ഉത്കണ്ഠ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ടാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത്. ഇങ്ങനെ പോകുന്ന കുറേ ഹോമിയോപ്പതി ഔഷധങ്ങളുടെ രസകരമായ രസച്ചേരുവകൾ എന്ന് പറയുന്നത്. എങ്കിലും ഒന്ന് പറയാതെ വയ്യ. 2009 ഓഗസ്റ്റ് 29 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ സമൂഹത്തോട്, ഒരു അന്താരാഷ്ട്ര പൊതുസമൂഹത്തോട് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. HIV, TB, മലേറിയ, ഇൻഫ്ലുവൻസ, ശിശുവയറിളക്കം മുതലായ രോഗങ്ങളിൽ ഒരു കാരണവശാലും ഹോമിയോപ്പതി ശുപാർശ ചെയ്യുന്നില്ല എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഹൃദ്രോഗം, ക്യാൻസർ, കരൾ രോഗം, സ്ട്രോക്ക്, വാഹനാപകടം, ചില ഗുരുതരമായ സാംക്രമിക രോഗങ്ങൾ എന്നീ രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഹോമിയോപ്പതിയെ ചികിത്സ എടുക്കുകയാണെങ്കിൽ യഥാർത്ഥ മോഡേൺ മെഡിസിനിലൂടെ കിട്ടേണ്ട ചികിത്സ നിങ്ങൾ വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അസുഖം ഒന്നുകൂടി മൂർച്ഛിക്കാനേ ഇടവരുത്തൂ എന്നുള്ളത് ഒരു അനിഷേധ്യ പരമാർത്ഥമാണത്. ഇതുമായി ബന്ധപ്പെട്ട് ഹോമിയോ ഡോക്ടർമാർ ചെയ്യേണ്ട ഒരു സാമൂഹ്യപരമായ ചുമതലയുണ്ട്. ഗുരുതരമായ രോഗവുമായി തൻ്റെ അടുത്തേക്ക് സമീപിക്കുന്ന രോഗികളെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നിടത്തേക്ക് ഉത്തരവാദിത്വത്തോടെ പറഞ്ഞയക്കുവാനുള്ള ഒരു മനസൗമ്യത കാണിക്കുക എന്നുള്ളതാണ്. ഇതിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയം നടത്താൻ ഹോമിയോ ഡോക്ടർമാരെ നിശ്ചിതമായി പരിശീലിപ്പിക്കേണ്ടതാണെന്നുള്ളതാണ്. ആധുനിക രോഗങ്ങൾ സങ്കീർണങ്ങളാണ് പലതും. അത് ECG ഉപയോഗിക്കേണ്ടത് ECG ഉപയോഗിച്ചും, MRI എടുക്കേണ്ടടുത്ത് MRI എടുത്തും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തും, സ്കാൻ ചെയ്യേണ്ടത് സ്കാൻ ചെയ്തുമൊക്കെയാണ് രോഗനിർണയം നടത്തേണ്ടത്. എന്നിട്ട് വേണം ചികിത്സിക്കാൻ. ഇതിലുള്ള പരിശീലനമാണ് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ആത്യന്തികമായിട്ട് കൊടുക്കേണ്ടത്. അവർ അനാട്ടമി പഠിക്കുന്നുണ്ട്, മൈക്രോബയോളജി പഠിക്കുന്നുണ്ട്. ഇതും കൂടി പഠിച്ച് ഇതിനെ ഹോമിയോപ്പതിയെ ആധുനികവൽക്കരിച്ചാൽ ഈ ഒരു ക്ലാസിക് ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് അന്യം നിന്ന് പോകാതെ നമുക്ക് സംരക്ഷിക്കാമെന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.